നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് ചാരവശാൽ 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതേപോലെ തന്നെ ഏഴശനി ആണെങ്കിലും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അത് ജന്മത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ചന്ദ്ര ലഗ്നാധിപതി ബലവാനാണ്, ദൈവാധീനമുണ്ട്. 4-ാം ഭാവാധിപതി നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ്. അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനൊക്കെ ദൈവാധീനം കൊണ്ട് സാധിക്കുന്ന ഒരു മാസമാണ്. കർമാധിപതി കർമ്മസ്ഥാനത്ത് ബലവാനായി നിൽക്കുകയും 12-ാം തീയതിക്ക് ശേഷം ലാഭസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. അതേപോലെ തന്നെ ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തേക്ക് വരും. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി വരികയും അതിനോടൊപ്പം തന്നെ ദൈവാധീനം ഉണ്ടാകുകയും ചെയ്തതുകൊണ്ട് ഈ മാസത്തിൽ സാമ്പത്തികമായ നല്ല വർധനവിന് യോഗമുള്ള ഒരു മാസമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും മാനസികമായിരിക്കുന്ന സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കും. എങ്കിലും ഈ ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്ന ഒരവസ്ഥ 12-ാം തീയതിക്ക് ശേഷം ഉള്ളത് കാരണം കൊണ്ട് അത് കുറച്ചൊരു മാനസികമായിട്ട് കുറച്ച് ടെൻഷനും അതേപോലെ തന്നെ തൊഴിലിൻ്റെ മേഖലയിൽ ചെറിയൊരു മത്സരാവസ്ഥ പോലെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതൊന്നും വലിയൊരു ദോഷമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ല. കാരണം എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ളത് കൊണ്ട് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനും യോഗമുള്ള സമയമാണ്. സ്വന്തക്കാരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് സമയം കണ്ടെത്താൻ സാധിക്കും. മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കും. സഹപ്രവർത്തകരുമായിട്ട് നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം നേടാനായിട്ട് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി ഉള്ള ഒരു മാസമായത് കാരണം കൊണ്ട് തന്നെ ഈ മാസത്തിൽ പരമാവധി തൊഴിലിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ പുതിയ തൊഴിലൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ പുതുതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നവർക്കൊക്കെ പുതിയ തൊഴിലൊക്കെ തുടങ്ങി വയ്ക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയമാണ്. അപ്പോൾ ചെയ്യുന്ന തൊഴിലിലൊക്കെ നല്ല ഉയർച്ചയും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഭാര്യാഭർത്താക്കന്മാരൊക്കെ നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോവുകയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം ഭാഗ്യത്തിനിടയ്ക്ക് കുറവുണ്ടാകുന്നതുകൊണ്ട് തന്നിൽ പ്രായം കൂടിയിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങളോ അവർക്ക് രോഗാവസ്ഥ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള വിഷമോ അനുഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.